ഹായ്, നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുടക്ക് ചിട്ടി അഥവാ ഡിഫാൾട്ട് ചിട്ടി എന്താണ്. അതായത് മുടക്ക് ചിട്ടി എന്ന് പറയുന്നത് KSFയിലെ പല ശാഖകളിലും മുടക്ക് ചിട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു വ്യക്തി ഒരു ചിട്ടി ചേർന്നു, എന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹത്തിന് തുടർന്ന് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഡിഫാൾട്ടിലേക്ക് പോകും, അതായത് മുടക്കിലേക്ക് പോകും. അങ്ങനെ വരുന്ന ചിട്ടികൾ മറ്റുള്ള ആളുകൾ, അതായത് ആവശ്യക്കാർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ അവർക്ക് ആ ചിട്ടി വിളിച്ച് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിഫാൾട്ട് ചിട്ടി, വിളിയായ ചിട്ടികളാണെങ്കിൽ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ആ മാസം തന്നെ നമുക്ക് വിളിച്ചെടുക്കുകയും നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. എക്സാമ്പിൾ പറയുമ്പോൾ പല ആളുകളും പല തരത്തിലാണ് മുടക്ക് ചിട്ടി എടുക്കുന്നത്. ചില ആളുകൾ സേവിങ്സ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ എമർജൻസി ഫണ്ട് വേണ്ട ആളുകൾ പെട്ടെന്ന് വിളിയായ ചിട്ടികൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാറുണ്ട്. കാരണം അവർക്ക് പെട്ടെന്ന് ആ പൈസ കിട്ടണം, അതിൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. പക്ഷെ സേവിങ്സിലേക്ക് പോകുന്ന സമയത്ത് പല ആളുകളും കാലാവധി കൂടുതലുള്ള ചിട്ടികളാണ് എടുക്കുന്നത്, മുടക്ക് ചിട്ടി. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്നും നല്ല രീതിയിൽ ഡിവിഡൻഡ് ലഭിക്കുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പല ആളുകളും സേവിങ്സ് ആയിട്ടും ഇതുപോലെയുള്ള മുടക്ക് ചിട്ടികൾ എടുക്കാറുണ്ട്. പിന്നെ കൂടുതൽ ആളുകളും പലിശ ബാധ്യതയുള്ള ഇടപാടുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചിട്ടികൾ, മുടക്ക് ചിട്ടികൾ എടുക്കാറുണ്ട്. അപ്പൊ മുടക്ക് ചിട്ടികൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിന് അനുസരിച്ചുള്ള ചിട്ടികൾ എടുക്കുക. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സേവിങ്സ് ആണ് ചിട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കാലാവധി കൂടുതലുള്ള 100 മാസം, ആ കാലാവധി 80 മാസം 100 മാസം കാലാവധിയുള്ള ചിട്ടികൾ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു തുക ഇതിന് ഡിവിഡൻഡ് ആയിട്ട് ലഭിക്കും. അതേപോലെ തന്നെ വിളിയായ ചിട്ടികളാണെങ്കിൽ വിളിച്ചെടുത്ത് നമുക്ക് KSFയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പലിശ കൂടി ലഭിക്കുന്നു. അപ്പോൾ പലിശയും നമുക്ക് അതിൻ്റെ ഡിവിഡൻഡ് ഒക്കെ കിട്ടുന്ന സമയത്ത് നല്ലൊരു തുക നമുക്ക് അതിലൊരു സേവ് ചെയ്യാൻ പറ്റും, ഒരു സേവിങ്സ് ചിട്ടിയായിട്ട് അത് മാറ്റാൻ പറ്റും. അത് കൂടാതെ തന്നെ നമുക്ക് വിളിയായ ചിട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വിളിച്ചെടുക്കുകയും നല്ല ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ പല തരത്തിൽ പല രീതിയിലുള്ള ചിട്ടികൾ പല ശാഖകളിലുണ്ട്. അപ്പം നമ്മളൊരു ചിട്ടി, മുടക്ക് ചിട്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള 1, 2, 3 KSF ശാഖയുമായി ബന്ധപ്പെട്ട് ഈ മുടക്ക് ചിട്ടി ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. കാരണം മുടക്ക് ചിട്ടി പറഞ്ഞാൽ ഇതുപോലെ ആളുകൾ ചേർന്ന് മുടക്ക് വരുത്തിയെങ്കിൽ മാത്രമേ ആ മുടക്ക് ചിട്ടി ഉണ്ടാവുള്ളൂ, അല്ലാത്ത പക്ഷം ഉണ്ടാകില്ല. കാരണം തുടർച്ചയായിട്ട് നല്ല രീതിയിൽ അടച്ചു പോണവരാണ് ഉള്ളതെങ്കിൽ ആ ചിട്ടിയിൽ മുടക്ക് വരില്ല. അപ്പം അത് മുടക്ക് ചിട്ടി അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അന്വേഷിക്കുക. ഒരു വിളിയായ ചിട്ടിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം 40 മാസം കാലാവധിയുള്ളത്, ചിലപ്പോൾ 30 മാസം കാലാവധിയുള്ള ചിട്ടികളൊക്കെ ആണെങ്കിൽ അത് വേഗം വിളിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേഗം പോയി ആ ചിട്ടി വിളിയായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ആദ്യം. കാരണം നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് വേണ്ട ആളുകളാണെങ്കിൽ ഈ മുടക്ക് ചിട്ടിനെ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അത് വിളിയായ ചിട്ടിയാണോ, നമുക്ക് ഈ മാസം തന്നെ വിളിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അവിടെ ചോദിച്ച് മനസ്സിലാക്കണം. ഒരു മുടക്ക് വരുത്തിയ ചിട്ടി നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മുടക്ക് വരുത്തിയ ആൾ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യുക, അത് അടയ്ക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഈ ചിട്ടി വേറൊരാൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം അതിൽ എത്ര രൂപ മുടക്ക് വരുത്തിയിട്ടുണ്ടോ ആ മുടക്ക് വരുത്തിയ സംഖ്യ ഈ ഏറ്റെടുക്കുന്ന വ്യക്തി KSFയിൽ അടയ്ക്കുന്നു. അതിനൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം അതിന് സമയം വേണ്ടി വരും. അപ്പോൾ അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ചിട്ടി എടുക്കാൻ. കാരണം ചിട്ടി ലേലത്തിൻ്റെ ഒരു 10 ദിവസം മുമ്പെങ്കിലും ഇതെല്ലാം പൈസയൊക്കെ അടച്ച് എല്ലാം ക്ലിയർ ചെയ്ത് വന്നെങ്കിലാണ് നിങ്ങൾക്ക് ആ മാസം തന്നെ ചിട്ടി വിളിച്ചെടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു മുടക്ക് ചിട്ടിയിൽ വരുന്ന പ്രൊസീജിയേഴ്സ്. പിന്നെ മുടക്ക് ചിട്ടി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾക്ക് എമർജൻസി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഫണ്ട് അതിന് വേഗം കണ്ടെത്തുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ജാമ്യം കൊടുക്കണം. അപ്പം ജാമ്യം കൊടുക്കാനുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ അതിൽ ഒന്ന് അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം എങ്കിലാണ് നമുക്ക് വിളിച്ചെടുത്ത ഉടനെ തന്നെ നമ്മൾക്ക് ഈ ജാമ്യം കൊടുത്ത് ആ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം നമുക്കൊരു 3 ലക്ഷത്തിൻ്റെ ആവശ്യമാണ് വേണ്ടതെങ്കിൽ നമ്മൾ 5 ലക്ഷത്തിൻ്റെ ചിട്ടി ചെയ്യേണ്ടി വരും. കാരണം നമ്മൾക്ക് ആദ്യം തന്നെ അതിൽ എത്ര മുടക്ക് വന്നിട്ടുണ്ട് ആ ക്യാഷ് അടയ്ക്കണം. അതേപോലെ തന്നെ അത് ചിലപ്പോൾ താഴ്ത്തി വിളിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, അത് ആ സമയത്ത് എങ്ങനെയാണ് താഴ്ന്നു പോകുന്നത് അതിനനുസരിച്ച് താഴ്ത്തി വിളിക്കേണ്ടി വരും.
അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ 3 ലക്ഷം ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമ്മൾ 5 ലക്ഷത്തിന്റെ ചിട്ടി ചേരേണ്ടി വരും. അതുപോലെ നമുക്ക് 6 ലക്ഷം 7 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ 10 ലക്ഷത്തിന്റെ ചിട്ടി ചേരേണ്ടി വരും. അതൊക്കെ അവിടുത്തെ സാഹചര്യം അനുസരിച്ചും അതേപോലെ തന്നെ ഈ മുടക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ ബ്രാഞ്ചിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് മുടക്ക് ചിട്ടിയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീടിനടുത്തുള്ള KSFE ശാഖയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.